തൊഴിൽ നിയമലംഘനത്തിന് മസ്കത്തിൽ നവംബറിൽ മാത്രം അറസ്റ്റിലായത് 1551 പ്രവാസികൾ. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ലേബർ ഡയറക്ടറേറ്റാണ് ഇവർക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചത്. ഒമാനിൽ അനുയോജ്യമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിനായുള്ള പരിശോധന തുടരുമെന്നും മന്ത്രാലയം അറിയിച്ചു. മസ്കത്ത് ഗവർണറിൽ തൊഴിൽ മന്ത്രാലയം നിയമലംഘനം കണ്ടെത്തുന്നതിനുള്ള പരിശോധന തുടരുകയാണ്. ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീമും സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റും ചേർന്നാണ് പരിശോധനകൾ നടത്തുന്നത്. നവംബറിൽ മാത്രം അറസ്റ്റിലായത് 1551 പ്രവാസികളാണ്. മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ലേബർ ഡയറക്ടറേറ്റ് ഇവർക്കെതിരെയുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. 518 തൊഴിൽ ലംഘന കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിക്കുന്നു. ജോലി ഉപേക്ഷിച്ചവരും താമസ കാലാവധി അവസാനിച്ചവരുമായ 1270 പേരുണ്ട്. തൊഴിലുടമകളല്ലാത്തവർക്കായി ജോലി ചെയ്ത 69 പേരെയാണ് കണ്ടെത്തിയത്. ആവശ്യമായ ലൈസൻസുകളില്ലാതെ നിയന്ത്രിത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന 148 തൊഴിലാളികളെയും കണ്ടെത്തിയിട്ടുണ്ട്. ശരിയായ രീതിയിലല്ലാതെ സ്വന്തം നിലയിൽ ജോലി ചെയ്ത 64 പേർക്കെതിരെയും നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ചട്ടങ്ങൾ ലംഘിക്കുന്നതിനെതിരെ തൊഴിലുടമക്കും തൊഴിലാളികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മന്ത്രാലയം. ഒമാനി തൊഴിൽ നിയമങ്ങൾ പാലിക്കാനും സംശയാസ്പദമായ എന്തെങ്കിലും ലംഘനം കണ്ടെത്തിയാൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കാനും മന്ത്രാലയം താമസക്കാരോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഒമാനിൽ അനുയോജ്യമായ തൊഴിലന്തരീക്ഷം ഉറപ്പാക്കുന്നതിനുള്ള പരിശോധന തുടരുമെന്നും മന്ത്രാലയം പറയുന്നു. മീഡിയ 1 മസ്കത്ത്.